ഹായ് ഓൾ 10ാം ക്ലാസ് കഴിഞ്ഞു. അതായത് ഹൈസ്കൂൾ കംപ്ലീറ്റ് ആയി. ഇനി ഹയർ സെക്കൻഡറിയിലേക്ക് +1 അഡ്മിഷന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അല്ലേ. അപ്പോൾ 3rd അലോട്ട്മെന്റ് വരെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി, എന്നിട്ട് നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യിക്കും എന്നുള്ള. ഇനി മുതൽ അതില്ല. 3rd അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ കിട്ടിയത് അവിടെ നിങ്ങൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. ഇനി അങ്ങോട്ട് ഈ ഒരു അക്കാഡമിക് ഇയറിലുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല. വളരെ ഇഷ്ടമുള്ള സ്കൂളായിരിക്കും നമുക്ക് +1 ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂള് വേറെയാണ്, അത് കിട്ടണം എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്തു. അവിടെ അങ്ങനെ തന്നെ. ദെൻ 3rd അലോട്ട്മെന്റിൽ എത്തിയ സമയത്ത് നമുക്ക് തീരെ അധികം ഇഷ്ടമില്ലാത്തൊരു സ്കൂളാണ് കിട്ടിയത്. അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും കിട്ടിയ സ്കൂളായിരുന്നു ഇപ്പം കിട്ടിയ സ്കൂളിനെക്കാട്ടിലും ഒന്നും കൂടെ ബെറ്റർ എന്നാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഉള്ളിലുള്ളൊരു ആവലാതി. പക്ഷേ മക്കളെ, നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 3rd അലോട്ട്മെന്റിൽ ഏത് സ്കൂളാണോ നിങ്ങൾക്ക് കിട്ടിയത് അവിടെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കണം. ഇനിയുള്ള ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഇനിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഏഗൻ +1 ചാനലിൽ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത മക്കൾക്ക് ആ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസ് കാണുന്നത് വരെ ബൈ.